വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത മോഡലുകളെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. പ്രതികൾക്ക് സിനിമ, സീരിയൽ താരങ്ങളുമായുള്ള ബന്ധം പരിശോധിക്കും. മുംബൈയിൽ നിന്നും പിടികൂടിയ പ്രതി സിന്ധുവിനെ കേരളത്തിലെത്തിച്ചു. ആര്യ വിനോദ വിവരങ്ങൾ നൽകും. ആര്യ, ഇപ്പോൾ മുഖ്യ പ്രതിയായ സിന്ധുവിനെ കേരളത്തിലെത്തിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് കേസിന് നിർണായകമാകുന്ന ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നജ്മ, തീർത്തും മുഖ്യപ്രതി എന്ന് പറയാൻ പറ്റില്ല. ഒന്നാം പ്രതി എന്ന് ഇപ്പോൾ പിടികൂടിയതിൽ ഒന്നാം പ്രതി എന്ന് മാത്രമേ സിന്ധുവിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിന്റെ മുഖ്യ കണ്ണിയിലേക്കുള്ള അന്വേഷണം നീളും എന്നുള്ളതാണ്. സിന്ധുവിടെ കേരളത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ മുഖ്യ കണ്ണിയിലേക്കുള്ള അന്വേഷണം എളുപ്പമാകും, അതിനുള്ള തെളിവുകൾ ലഭിക്കും എന്ന് തന്നെയാണ് പോലീസുകാരും വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയായിരുന്നു സിന്ധുവിനെ കേരളത്തിൽ എത്തിച്ചത്. തുടർ നടപടിക്ക് ശേഷം ചോദ്യം ചെയ്യൽ തുടങ്ങും എന്നുള്ളതാണ് പോലീസുകാരും വ്യക്തമാക്കിയത്. അപ്പൊ നാളത്തോടു കൂടി തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ സിന്ധുവിനെ സംബന്ധിച്ചും ലഭ്യമാകും എന്നുള്ളതാണ്. തുടർന്ന് അതുപോലെ തന്നെ താരങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, സിനിമ, സീരിയൽ താരങ്ങളുമായിട്ടുള്ളവർക്ക് ബന്ധമുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇവരുടെ ഫാഷൻ ഷോയ്ക്കായിട്ട് മോഡലിങ്ങിനായിട്ട് ഇവരെ വെച്ച് പരസ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിനിമ, സീരിയൽ താരങ്ങൾക്കുള്ള ബന്ധം കൂടെ അന്വേഷിക്കുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നീളുന്നു. അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് മാത്രമല്ല കേരളത്തിലുടനീളം അന്വേഷണം നടക്കുകയാണ്. അതുപോലെ തന്നെ അലീന, തിരുവനന്തപുരം സ്വദേശി അലീനയും മഞ്ജിമ, രണ്ടാമത്തെ പ്രതിയായ മഞ്ജിമയും ഇവിടെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യൽ നടക്കുന്നതോടുകൂടി തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഒരു വ്യക്തിബന്ധങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കും. 5 പ്രതികളാണ് ഇതിലുള്ളത്. അതിൽ 3 പേരെയാണ് പിടികൂടാൻ സാധിച്ചത്. 2 പേരെ വിദേശത്തു നിന്നും തിരിച്ചെത്തിക്കാൻ. ഇതിൽ അലീനയുടെ ഒരു ഓഡിയോ സന്ദേശം കേസിൽ പുറത്തു വന്നിരുന്നു. അതിൽ ഒരു ഗുണ്ടാ നേതാവിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആ വിവരത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടുണ്ടോ? നജ്മ, ഈ ഒരു വിവരം പുറത്തു വന്നതിനെ തുടർന്ന് തന്നെ ഗുണ്ടാ നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ടാകും എന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ തീർത്തും ഒരു ഗുണ്ടാ നേതാവിനെ പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നീളുന്നു അല്ലാതെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ ഈ ഒരു ഓഡിയോ സന്ദേശം കൂടെ പുറത്തു വന്നപ്പോൾ ഗുണ്ടാ നേതാവിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളത് മാത്രമാണ് വ്യക്തമാക്കിയത്. ആരാണെന്നോ അവരെക്കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും തന്നെ പോലീസ് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗുണ്ടാ നേതാക്കളെ കേന്ദ്രീകരിച്ചും കൊച്ചിയിലെ അടക്കമുള്ള ഗുണ്ടകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. താരങ്ങളെ സിനിമ, സീരിയൽ താരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ലഹരി മാഫിയ സംഘങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഇതിനോട് ചേർന്ന് തന്നെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് വിദേശത്തേക്ക് ഇവരെ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് സിന്ധുവാണ് ഇതിൽ മുഖ്യമായിട്ടും ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പരാതിക്കാർ 2 പേരും തന്നെ വ്യക്തമാക്കിയത്.